പലസ്തീനിലെ പടിഞ്ഞാറേക്കരയിൽ പാർപ്പിട പദ്ധതി നടപ്പാക്കാനുള്ള ഇസ്രയേൽ നീക്കത്തിന് എതിരെ ബഹ്റൈൻ ശക്തമായി പ്രതിഷേധിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും മേഖലയിൽ കൂടുതൽ അശാന്തി വിതയ്ക്കാൻ കാരണമാവുകയും ചെയ്യുന്ന തീരുമാനം ആണിത്. പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ ഹനിക്കുന്നത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ സാധ്യവുമല്ല. നിലവിൽ യുദ്ധം കൊണ്ട് പൊറുതിമുട്ടിയ ജനതയെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇതെന്നും അതിനാൽ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറേണ്ടത് അനിവാര്യമാണെന്നും വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ പ്രതിഷേധക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. 1967 അംഗീകരിച്ച അതിർത്തി മാനിച്ച് ദ്വിരാഷ്ട്ര ഫോർമുല സ്വീകരിക്കാനും അതുവഴി മേഖലയിൽ ശാശ്വത സമാധാനം സാധ്യമാക്കാനും കഴിയണമെന്നും പ്രസ്താവനയിൽ തുടരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചത് മുതൽ 100-ലധികം തവണ US ഇസ്രയേലിന് ആയുധ വിൽപ്പന നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഭരണകൂട ഉദ്യോഗസ്ഥർ കോൺഗ്രസ് അംഗങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിൽ നിന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത്. ഇസ്രയേലിന് US നൽകിയ ആയുധങ്ങളിൽ ചെറിയ വ്യാസമുള്ള ബോംബുകൾ മുതൽ തുരങ്കങ്ങൾ തകർക്കുന്ന ബോംബുകൾ വരെ ഉൾപ്പെടുന്നു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം അംഗീകരിക്കപ്പെട്ട 2 വിൽപ്പനകളുടെ വിവരം മാത്രമേ പരസ്യപ്പെടുത്തിയിരുന്നുള്ളൂ. $106 മില്യൺ ടാങ്കറുകളും ഷെല്ലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികൾ അടങ്ങുന്ന 147.5 മില്യണിന്റെ മറ്റൊരു വിൽപ്പന ഇടപാടുമാണ് ഇത്. എന്നാൽ 100-ലധികം ഇടപാടുകൾ നടത്തിയത് പൊതുജനങ്ങളെയും US കോൺഗ്രസിനെയും അറിയിക്കാതെയാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രധാന പ്രതിരോധ ആയുധങ്ങളുടെ $14 മില്യൺ വിൽപ്പനയും പ്രതിരോധ സേവനങ്ങളുടെ $50 മില്യൺ വിൽപ്പനയും നിർമ്മാണ സേവനങ്ങളിൽ $200 മില്യൺ ഇടപാടും ഭരണകൂടം കോൺഗ്രസിനെ അറിയിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രയേലിന് അചഞ്ചലമായ പിന്തുണയാണ് ബൈഡൻ ഭരണകൂടം നൽകിയിരുന്നത്. മാസങ്ങളായി അവർ നടത്തുന്ന ആയുധ വിൽപ്പന വ്യാപകമായി വിമർശിക്കപ്പെടുന്നുമുണ്ട്. വിദേശ ആയുധ കൈമാറ്റത്തിന്റെ ചുമതലയുള്ള US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ജോഷ് പോൾ യുദ്ധം ആരംഭിച്ച ദിവസങ്ങൾക്കകം രാജിവെച്ചിരുന്നു. ആയുധ വിൽപ്പന കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല നടത്തുന്നത് എന്നാരോപിച്ചായിരുന്നു രാജി. അതോടൊപ്പം അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ 3476 കുടിയേറ്റ ഭവനം കൂടി നിർമ്മിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ 2452 എണ്ണം കിഴക്കൻ ജെറുസലേമിലെ മാലി അദൂമിലും 694 എണ്ണം കിദർ, 330 എണ്ണം ഇഫ്രത്ത് എന്നിവിടങ്ങളിലുമാണ് നിർമ്മിക്കുക. മാലി അദൂമിൽ 2 ആഴ്ച മുമ്പ് ഇസ്രയേൽ സൈനികർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടിയാണിതെന്ന് ഇസ്രയേൽ ധനമന്ത്രി ബെസിൽ സ്മോട്രിച്ചും പറഞ്ഞു. 20,000-ഓളം കുടിയേറ്റ ഭവനങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇസ്രയേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. അതേസമയം കുടിയേറ്റ വ്യാപനത്തിന് എതിരെ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പലസ്തീൻ ഭൂമി കൈക്കലാക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി സ്ഥിരീകരിക്കുന്നതാണ് കുടിയേറ്റ വ്യാപനമെന്ന് ഹമാസും പ്രതികരിച്ചിട്ടുണ്ട്. ജർമ്മനി, ഖത്തർ, സൗദി, ജോർദൻ തുടങ്ങിയ രാജ്യങ്ങളും അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. അതോടൊപ്പം ഗാസയിൽ ഭക്ഷണം എത്തിക്കാനായി US താൽക്കാലിക തുറമുഖം നിർമ്മിക്കും. പകർച്ചവ്യാധികളാലും കൊടും പട്ടിണിയാലും നരകയാതന അനുഭവിക്കുന്ന ഗാസയിലെ പലസ്തീൻകാർക്ക് ആഹാരം എത്തിക്കുന്നതിന് വേണ്ടി 1000 സൈനികരെ താൽക്കാലിക തുറമുഖ നിർമ്മാണത്തിനായി വിന്യസിക്കുമെന്ന് US അറിയിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രാലയവുമായ പെന്റഗൺ പ്രസ്സാണ് അറിയിച്ചിരിക്കുന്നത്. തുറമുഖം സ്ഥാപിക്കുന്നത് ഗാസയിലെ മെഡിറ്ററേനിയൻ തീരത്താണ്. തുറമുഖ നിർമ്മാണത്തിനായുള്ള അടിയന്തര ദൌത്യം ഏറ്റെടുക്കുന്നതിനായി US സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗത്തിലാണ് ഇദ്ദേഹം ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഗാസയിലെ വടക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രയേൽ കമാൻഡ് സെന്ററിൽ ആക്രമണം നടത്തിയതായി ഹമാസും അറിയിച്ചു. ആക്രമണത്തിൽ 7 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടതായും ഹമാസ് അവകാശപ്പെടുന്നുണ്ട്. ഹമാസിന്റെ സായുധ വിഭാഗമായ യസദീൻ അൽ ഖസം ബ്രിഗേഡിന്റെ പ്രസ്താവനയിലാണ് വിവരം പുറത്തുവന്നിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്തത് അൽ ജസീറയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.